ഒരിടവേളയ്ക്കു ശേഷം ചെറുകാറുകളിലേക്ക് മാരുതി വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഉത്സവ സീസൺ തുടങ്ങുന്നതിന് മുൻപേ പുത്തനൊരു കാറിനെ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി. ശ്രേണിയിൽ റെനോ ക്വിഡും ടാറ്റ ടിയാഗോയും മഹീന്ദ്രയും KUV 100ഉം കളം നിറയുമ്പോൾ ആൾട്ടോയെ മാത്രം ആശ്രയിച്ചു മുന്നോട്ടു പോകാൻ കമ്പനിക്ക് താൽപര്യമില്ല. 2018 ഓട്ടോ എക്സ്പോയിൽ അണിനിരന്ന ഫ്യൂച്ചർ എസ് കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി മാരുതിയുടെ പുതിയ ചെറുകാർ വൈകാതെ വിപണിയിലെത്തും. റിപ്പോർട്ടുകൾ പ്രകാരം എസ്പ്രസോ എന്ന പേരിലായിരിക്കും പുതിയ മാരുതി കാർ വിൽപ്പനയ്ക്ക് വരിക. മാരുതിയുടെ ഇന്ത്യൻ ഗവേഷണ വികസന സംഘം രൂപകൽപ്പന ചെയ്യുന്ന ഏറ്റവും ചെറിയ കാറാണ് എസ്പ്രസോ. വിറ്റാര ബ്രീസ രൂപകൽപ്പന ചെയ്തതും ഇതേ സംഘം തന്നെ. ഇക്കുറി ജപ്പാനിലെ സുസുക്കി മോട്ടോറും പുതിയ മാരുതി കാറിൽ നിർണായക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മാരുതിയുടെ അറീന ഡീലർഷിപ്പുകൾക്കായിരിക്കും എസ്പ്രസോയുടെ വിൽപ്പന ചുമതല. നിരയിൽ എസ്പ്രസോ കൂടി വന്നു ചേരുന്നതോടെ ചെറു കാറുകളുടെ ലോകത്ത് മാരുതി വീണ്ടും കുത്തക ഉറപ്പിക്കുമെന്ന് നിരീക്ഷകർ പറയുന്നു. ഫ്യൂച്ചർ എസ് കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തുന്നതിനാൽ ക്രോസ് ഓവർ ഡിസൈനിലായിരിക്കും എസ്പ്രസോ പിന്തുടരുക. വിപണിയിൽ SUVകൾക്ക് പ്രചാരം കൂടുന്ന അവസരത്തിൽ SUV മുഖമുള്ള ഹാഷ്ബാക്കുകൾക്ക് സാധ്യത കൂടുമെന്ന് മാരുതി കണക്കുകൂട്ടുന്നു. യുവതലമുറയെ ആകർഷിക്കാനായി ഇഗ്നീസ് മാതൃകയിൽ ഇരട്ട നിറമായിരിക്കും എസ്പ്രസോയ്ക്ക്. കാറിന്റെ ഉയർന്ന വകഭേദങ്ങളിൽ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രതീക്ഷിക്കാം. നടപ്പിൽ വരുന്ന സുരക്ഷാ ചട്ടങ്ങൾ പ്രകാരം ഒരുപിടി ക്രമീകരണങ്ങൾ എസ്പ്രസോയിൽ നിർബന്ധമായും ഒരുങ്ങേണ്ടതുണ്ട്. ഇരട്ട മുൻ എയർ ബാഗുകൾ, വേഗ മുന്നറിയിപ്പ് സംവിധാനം, പിൻ പാർക്കിംഗ് സെൻസർ, മുൻ പാസഞ്ചർ സീറ്റ് ബെൽറ്റ്, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം തുടങ്ങിയവ ഇതിൽപ്പെടും. പുത്തൻ വാഗണറിലെ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരിക്കും എസ്പ്രസോയിൽ തുടിക്കുക. ഫാറസ്റ്റ് 6 നിലവാരം എഞ്ചിൻ പുലർത്തും. എസ്പ്രസോയ്ക്ക് AMT ഗിയർ ബോക്സ് ഓപ്ഷൻ നൽകാൻ കമ്പനി മുൻകൈയെടുക്കുമെന്നാണ് വിവരം. ഒരുപക്ഷെ ആൾട്ടോയ്ക്ക് പകരക്കാരനാവാം പുതിയ എസ്പ്രസോ. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. പ്രാരംഭ ഹാഷ്ബാക്ക് നിരയിൽ ആൾട്ടോ, എസ്പ്രസോ മോഡലുകളെ ഒരുമിച്ച് വിൽക്കാനും കമ്പനി തീരുമാനമെടുത്തേക്കാം.